നമസ്കാരം മക്കളെ, വെൽക്കം ടു CC Plus. ഞാൻ ദിവ്യ വിനിൽ. അപ്പോൾ മക്കളെല്ലാവരും വെക്കേഷനായിട്ട് അടിച്ചു പൊളിച്ചിരിക്കാവൂ അല്ലേ? അപ്പോൾ വെക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഇരിക്കാനോ കളിക്കാനോ മാത്രമുള്ളതല്ല. ഒരു അക്കാഡമിക് ഇയറിൽ നിന്ന് അടുത്ത അക്കാഡമിക് ഇയറിലുള്ള ഒരു ബ്രേക്കാണിത് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില കുറവുകൾ പഠനത്തിലുണ്ടെങ്കിൽ അത് തിരുത്താനും കൂടെ ഉള്ള നികത്താനും കൂടെ ഉള്ള ഒരു അവസരമാണ്. അപ്പോൾ അതിനായിട്ടാണ് ടീച്ചർ ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ബേസിക്കായിട്ട് അക്ഷരമാല തുടങ്ങാം അല്ലേ? മലയാളം വൃത്തിയായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അക്ഷരമാല നമുക്ക് നന്നായിട്ട് മനസ്സിലാവണം. അപ്പോൾ അക്ഷരമാല നമുക്ക് തുടക്കത്തിൽ നോക്കാം. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. നമുക്കിന്ന് സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്നും അതിൽ ഓരോ ഉദാഹരണങ്ങളും വാക്കുകളും നമുക്ക് നോക്കാം. തുടങ്ങാം നമുക്ക്. മിസ് ആദ്യം സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കാം, അത് ഉച്ചരിക്കുന്നത് എങ്ങനെയെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. സ്വരാക്ഷരങ്ങൾ 15 സ്വരാക്ഷരങ്ങളാണ് നമുക്കുള്ളത്. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഔ, അ. ഇതാണ് സ്വരാക്ഷരങ്ങൾ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഒന്നുകൂടെ മിസ് വായിച്ചു തരാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഔ, അ. ഇനി നമുക്ക് ഇതോരോന്നും എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ നോക്കാം. നമുക്ക് അറിയാം മലയാളം അക്ഷരമാല എഴുതുന്നത് 2 വരിയിലാണ് അല്ലേ? 2 വരയായിട്ടാണ്. 2 വര വരയ്ക്കാം. അതിനുള്ളിൽ വേണം എഴുതാൻ. എന്നാൽ ചില അക്ഷരങ്ങൾ ഈ വരയ്ക്ക് പുറത്തും എഴുതേണ്ടതുണ്ട്. അത് പറഞ്ഞു തരാം കേട്ടോ. എപ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ആ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഉരുട്ടി എഴുതണം. നമ്മൾ 2 വരയിലൂടെ വന്ന് ആ എങ്ങനെയാണ് ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. 2 വര, തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഇപ്പോൾ മനസ്സിലായോ ആ എങ്ങനെ എഴുതുക എന്നുള്ളത്? ഇനി ആ എങ്ങനെ എഴുതുക എന്ന് നോക്കാം. ആ എഴുതുന്ന പോലെ ആദ്യം ആ എഴുതണം, എന്നിട്ട് നീട്ടണം. ആ, ഇങ്ങനെയാണ് ആ എഴുതുന്നത്. നമുക്കിനി ഇതിൻ്റെ ഓരോ വാക്കുകൾ നോക്കിയാലോ? ആ, ഇതേതാണ് ജീവി? അരണ. എന്താണ്? അരണ. ആ, അരണ. മിസ് ഇപ്പോൾ ഓരോ വാക്കുകളെ പറയുന്നുള്ളൂ. മക്കളെല്ലാവരും കൂടുതൽ വാക്കുകൾ കണ്ടെത്താൻ നോക്കണം. അത് നമ്മുടെ ഭാഷയിലെ അറിവ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ആ വെച്ചിട്ട് നമ്മളിത് ഏതാണ്? ആന. എന്താണ്? ആന. അപ്പം നമ്മളിപ്പോൾ 2 വാക്കുകൾ എഴുതാൻ പഠിച്ചു, ആയും ആയും. അടുത്തത് നോക്കിയാലോ നമുക്ക്. അടുത്ത അക്ഷരം ഏതാണ്? ഈ ആണ് അല്ലേ? അപ്പോൾ മിസ് ആദ്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ മക്കൾക്ക്? നമ്മൾ 2 വരകൾക്ക് എഴുതുന്ന സമയത്ത് ചില അക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതാണ് ഇനി പറയുന്നത്. ഈ എഴുതാൻ നമ്മൾ 2 വര ഇങ്ങനെയാണ് എഴുതുക. ഈയുടെ ഈ വാല് താഴെയോട്ട് വരണം, അതാണ് ഈ. ഇനി ഈ എങ്ങനെ എഴുതാം? ഇതേപോലെ 2 വര ഈ എഴുതും നമ്മൾ ആദ്യം അല്ലേ? വൃത്തിയായിട്ട് നമ്മൾ ഈ എഴുതും. അതിനുശേഷം ഇതാണ് ഈ എന്നതിൻ്റെ ചിഹ്നം. അപ്പോൾ ഈ
ഈ എങ്ങനെ എഴുതുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം ഈ എഴുതുമ്പോൾ പറഞ്ഞിരുന്നു 2 വരയിലാണ് നമ്മൾ ആദ്യം അക്ഷരമാല എഴുതുക. പക്ഷേ ചില അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് വരയുടെ താഴോട്ട് പോകണമെന്ന്. അതാണ് ഈ. നമുക്കിതിൻ്റെ ഓരോ വാക്കുകൾ നോക്കാം. ഈ, ഇല, ഇല കേട്ടോ. ഈ, ഇല. ഈ, ഇതേതാണ്? ഈച്ച, ഈച്ച അല്ലേ? അപ്പോൾ ഇത് കൂട്ടക്ഷരമാണ്. അത് നമുക്ക് പിന്നൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ, ഇല, ഈ, ഈച്ച. ഇത് വൃത്തിയായോ? നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോയാലോ? അടുത്തത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഉ അല്ലേ? ഉ, ഊ ആണ് അടുത്ത 2 അക്ഷരങ്ങൾ നോക്കുന്നത്. ഇതേപോലെ തന്നെ ഈ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചെഴുതേണ്ടതാണ് ഊ. കണ്ടോ? ഇങ്ങനെയാണ് ഊ എഴുതുക. ഊലും നമുക്ക് താഴോട്ട് പോകണം. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഊ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഊ, നീട്ടിയിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പഠിച്ച പോലെ തന്നെയാണ്. ഈ പഠിച്ചിരുന്നു അല്ലേ? അതേപോലെ തന്നെയാണ്. ഊ, 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 ഊ. ഇനി നമുക്ക് ഇതിന്റെ വാക്കുകൾ കണ്ടാലോ? ഉ, ഉറി, ഉറി. ആരുടെയൊക്കെ ഏത് മക്കളുടെ വീട്ടിലാണ് ഉറി ഉള്ളത്? പണ്ട് നമ്മൾ പാലും തൈരും ഒക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന രീതിയാണിത്, ഉറി. അടുത്തത് ഊണ്, ഊണ് ആണ് ഊണ്. അപ്പോൾ ഉ, ഉറി, ഊ, ഊണ്. പിന്നെ അടുത്ത അക്ഷരത്തിലേക്ക് പോയാലോ നമുക്ക്? അടുത്ത ഏതാണ്? ഋ. ഇതേപോലെ തന്നെ എഴുതുന്നത് ആദ്യം കാണിച്ചു തരാം. ഋ എഴുതുമ്പോൾ ഇതുപോലെ എഴുതി താഴെ വേണം നമ്മൾ ഇടാനായിട്ട്. ഋ കേട്ടോ. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഒരിക്കലും ഇതിന്റെ ഉള്ളിലേക്ക് എഴുതരുത്. അടുത്ത അക്ഷരമോ? എ. എ ആണ്. എ എഴുതുന്നത് അതും സ്വല്പം താഴോട്ട് എഴുതണം. അത് ശ്രദ്ധിക്കണം. സ്വല്പം താഴോട്ട് എഴുതണം. അപ്പോൾ ഋ, എ ആയി നമുക്ക്. അപ്പം ഇതിൻ്റെ വാക്കുകളൊന്ന് നോക്കാം നമുക്ക്. ഋ, ഋഷി. ഋഷി സന്യാസിക്ക് പറയുന്നതാണ് ഋഷി. എ, എലി. എ, എലി. കണ്ടോ? നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഇതാ കണ്ടോ, ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് താഴോട്ട് പോകേണ്ടതാണ്. അടുത്ത അക്ഷരം ഏതാണ്? ഏ. ഏയും ഐയും അല്ലേ? വര വരയ്ക്കുക. ഇങ്ങനെ എടുത്ത ശേഷം ഇവിടെ ഒന്ന് നീട്ടണം. ഏ. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഏ. അതിന്റെ അടുത്ത അക്ഷരം ഏതാ? ഐ. ഐ എങ്ങനെ എഴുതുക? ഐ ഒരു ചിഹ്നം ഉപയോഗിച്ചാണ് എഴുതുക. ഏടെ കൂടെ ഒരു ചിഹ്നം കൂടെ ഉപയോഗിച്ചാണ് ഐ എഴുതുക. ഇങ്ങനെ ഇട്ട് ഇതാണ് ഐയുടെ ഐ. ഒന്നുകൂടെ എഴുതി കാണിക്കാം ടീച്ചർ. ഐ ചിഹ്നമിടണം. ചിഹ്നം ചേർത്താണ്
ഐ എഴുതുന്നത്. ഐ. ഇനി നമുക്കിതിൻ്റെ വാക്കുകൾ നോക്കിയാലോ? ഏണി, ഏണി. ഐരാവതം, ഐരാവതം. ഏണി, ഐരാവതം. ഇത്രയും മക്കൾക്ക് തറവായോ അല്ലേ? അപ്പോൾ നമ്മൾ അക്ഷരമാലയാണ് പഠിച്ചുകൊണ്ടിരിക്കണത്. ഐയും എത്തി. അടുത്ത അക്ഷരം ഏതാണ്? ഈ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതാണ്? ഓ. അതെ, ഓ. 2 വര. ഓ. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഓ. ഇനി ഓ. ഓ. ഇതാണ് ഓ. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഓ ആണ്. മനസ്സിലായില്ലേ? ഓ, ഓ. ഇനി ഇതെങ്ങനെയാണ് വാക്ക് നോക്കാം നമുക്കിതിൻ്റെ. ഓ, ഒട്ടകം. ഓ, ഒട്ടകം. ഓ, ഓല. ഓ, ഓല. ഓ, ഒട്ടകം. ഓ, ഓല. അടുത്തത് ഏതായിരുന്നു? ഓ, ഓ കഴിഞ്ഞാൽ ഔ. ഏതാണ്? ഔ. ഔ നമ്മൾ ഇതേപോലെ തന്നെ ഓ ആദ്യം എഴുതും, അതിൻ്റെ കൂടെ ചിഹ്നമിടും. ഔ. ഓ ആദ്യം എഴുതും, അതിൻ്റെ കൂടെ ചിഹ്നമിടും. അങ്ങനെയാണ് ഔ വരുന്നത്. ഇത് കഴിഞ്ഞാലുള്ള അക്ഷരം ഏതാണ്? അം. അമ്മാണ്. അം എങ്ങനെ എഴുതും? അതും ഒരു ചിഹ്നം ചേർത്ത് വേണം എഴുതാനായിട്ട്. ആ ആദ്യം എഴുതും നമ്മൾ, കൂടെ അം. ഇവിടെ എഴുതുമ്പോൾ 2 വരയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കും ഇവിടെ. പക്ഷെ തനിച്ച് ഒറ്റ വരയിൽ എഴുതുമ്പോൾ ചിഹ്നം വലുതായി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തന്നെ എഴുതണം. അപ്പോൾ ഔ, അം. ഇനി ഇതിൻ്റെ വാക്കുകൾ നോക്കിയാലോ? ഔ, ഔഷധം. എന്താണ്? ഔ, ഔഷധം. എന്താണ് ഔഷധം എന്ന് വെച്ചാൽ? മരുന്ന്. അടുത്തത് അം. അം, അംബുജം. അം, അംബുജം. അംബുജം എന്ന് വെച്ചാൽ താമര. ഔ, ഔഷധം. അം, അംബുജം. അടുത്ത അക്ഷരം ഏതായിരുന്നു? അടുത്തത് ആ. തേച്ചൊന്നുമില്ല, ആ എഴുതാ. ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങളിലെ അവസാന അക്ഷരം. അപ്പോൾ നമ്മൾ ഇന്ന് മക്കളെ സ്വരാക്ഷരങ്ങളാണ് പഠിച്ചത് അല്ലേ? മലയാള ഭാഷയിലെ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മക്കളെല്ലാവരും ഇന്നിപ്പോൾ ടീച്ചർ ഓരോ വാക്കുകളാണ് പറഞ്ഞു തന്നത്. കൂടുതൽ വാക്കുകൾ കണ്ടെത്താനായി ശ്രമിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭാഷയിലെ അടിത്തറ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ CC+ ഈ വെക്കേഷന് നിങ്ങളിലെ ഇത്തരം കുറവുകൾ നികത്താനായി കൊണ്ട് ഒരു പുതിയ കളരി എന്ന ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് മലയാളത്തിനായിട്ട്. അതൊരു 1-on-1 ബാച്ചായിട്ട് ഒറ്റയ്ക്കായിട്ടും ക്ലാസ് എടുക്കാം, ബാച്ചായിട്ടും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ എന്താണോ നിലവാരം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ അധ്യാപകർ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം.